പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ലോകത്തിന്റെ മുമ്പിൽ നന്മ മാത്രം പഠിപ്പിച്ച, മോഷ്ടിക്കരുതേ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, ആ പ്രവാചകനെയാണ് കല്ലെറിയുന്നത്. വ്യഭിചരിക്കരുതേ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, അയൽവാസിയെ ആദരിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, നിന്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ വെള്ളം അല്പം കൂടുതൽ ചേർത്തെങ്കിലും അയൽക്കാരന്റെ പട്ടിണി മാറ്റണമെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് കല്ലെറിയപ്പെടുന്നത്. ജോലിക്കാരനെ വിളിക്കുമ്പോൾ കൂലി നിശ്ചയിച്ചു വിളിക്കണമെന്നും വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി നൽകണമെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് കല്ലെറിയപ്പെടുന്നത്. വേലക്കാരനെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കണമെന്നും നല്ല വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കിയാൽ ആദ്യം ഒരു ഉരുള അവന്റെ വായിൽ വെച്ചു കൊടുത്തിട്ടല്ലാതെ നീ ഭക്ഷിക്കരുത് എന്ന് പഠിപ്പിച്ച, മനുഷ്യ സ്നേഹത്തിന്റെ സന്ദേശം പഠിപ്പിച്ച മുഹമ്മദ് നബിയാണ് കല്ലെറിയപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കല്ലെറിയുന്നവർ ലോകത്ത് തിന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. വ്യഭിചാരമുള്ള ബോളിവുഡ് ഹോളിവുഡ് നടിമാർ അരങ്ങി വാടുന്ന, തിന്മകൾ വളർന്നു വരുന്ന ഒരു സാമൂഹിക ക്രമം ലോകത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ലോകത്തിന്റെ മുമ്പിൽ പ്രകാശം പരത്തിയ മുഹമ്മദ് നബിയെ കല്ലെറിയാൻ വേണ്ടി ശ്രമിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ വികാരപ്പെടേണ്ടുന്നവരല്ല. ആ മഹൽ വ്യക്തിത്വത്തിന് നമ്മുടെ ഹൃദയ കൊട്ടാരത്തിൽ സ്ഥാനം നൽകണം. നടത്തം എങ്ങനെയാകണം, ഇരുത്തം എങ്ങനെയാകണം, ചെരുപ്പ് ധരിക്കൽ എങ്ങനെയാകണം, ബാത്റൂമിലേക്ക് കയറൽ എങ്ങനെയാകണം, തിരിച്ചു പോരൽ എങ്ങനെയാകണം, പള്ളിയിൽ പ്രവേശിക്കൽ എങ്ങനെയാകണം എന്ന് തുടങ്ങി ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മാതൃക പഠിപ്പിച്ച ഒരു വ്യക്തിത്വം ലോകമേ എവിടെ? 23 വർഷക്കാലത്തെ ഓരോ ചലനവും പകർത്തപ്പെട്ട ഒരു വ്യക്തിത്വം ലോകത്തെവിടെ? 14 നൂറ്റാണ്ടുകൾ 100 കോടിയിലേറെ വരുന്ന മനുഷ്യരുടെ ഹൃദയ കൊട്ടാരത്തിൽ പകർത്തപ്പെട്ട ഒരു വ്യക്തിത്വം എവിടെ? ഈ വ്യക്തിത്വത്തെ പഠിക്കുക, ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ സന്ദേശം തിരിച്ചറിയുക.